ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 94ാമത്തെ മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രണ്ട് സിമ്പിൾ റെസിപ്പീസ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഒന്ന് ചെറുപയർ ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇത് സദ്യക്കൊക്കെ വിളമ്പുന്ന തേങ്ങ ചേർത്ത കറിയാണ്. അതിനൊപ്പം ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും കൂടി എടുത്തിട്ട് അതിൽ ഒന്ന് മുളക് പൊടിയൊക്കെ ചേർത്ത് ഒരു മെഴുക്കുവരട്ടി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിന് ഒപ്പം പപ്പടവും സാലഡും പിന്നെ കുറച്ച് അരിനെല്ലിക്കയുടെ ഉപ്പിലിട്ടതൊക്കെ ചേർത്ത് നമ്മുടെ മെനു റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നിറയെ മെനൂസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചെറുപയർ കറിയാണ്. അതിനായിട്ട് ചെറുപയർ വെള്ളവും ഒരു കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ പയർ വേകുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. പയർ വെന്ത് കഴിയുമ്പോൾ തിരിച്ചു അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടി നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്തിട്ട് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കണം. അപ്പം നമുക്കിത് അടുപ്പത്ത് തിളയ്ക്കാൻ വെക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് വെക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞ് നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. നമ്മുടെ കറി റെഡിയാണ്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ക്യാരറ്റും ബീൻസും ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് ബീൻസും ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ബീൻസും ക്യാരറ്റും ഒരു 80% അല്ലെങ്കിൽ 3/4 വേകുന്ന വരെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തീ വേണമെങ്കിൽ ഒന്ന് കുറച്ച് വെച്ചു. അപ്പം നമ്മുടെ ബീൻസും ക്യാരറ്റും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം കൂടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് മെഴുക്കുവരട്ടി നമുക്ക് അടുപ്പത്ത് നിറക്കാം. നമ്മുടെ സിമ്പിൾ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് വെറും തൈരും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഈ 2 റെസിപ്പീസും നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.